സുജേട്ടാ നമസ്കാരം. നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി. വിജയത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് അതിന്റെ വിജയാഹ്ലാദം പങ്കിടാനായി ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റിൽ ഇരിക്കാൻ പറ്റിയില്ല. ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ച് ചോദിച്ചു, ധനുഷ് എന്തുകൊണ്ട് വന്നില്ല എന്നുള്ള സംഭവം. കാരണം എന്താ അറിയോ ചേട്ടാ, നമ്മൾ ബി.ജെ.പി. ഓരോ സമയത്ത് ജയിക്കുമ്പോഴും, ഞാൻ പണ്ട് ഈ ഓൺലൈനിൽ മാധ്യമപ്രവർത്തനം തുടങ്ങിയപ്പോഴും ബി.ജെ.പി. ജയിക്കുന്ന ഓരോ ഘട്ടത്തിലും നമ്മുടെ ഒരു പെർഫോമൻസ് ഉണ്ട്. അതിപ്പോ ത്രിപുരയിലായിരുന്നാലും ശരി, എനിക്ക് തോന്നുന്നു ത്രിപുരയിൽ നമ്മുടെ ബിപ്ലവ് കുമാർ ദേവ് പിടിച്ചത് തൊട്ട്, അത് കഴിഞ്ഞ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹരിയാനയിൽ, അത് കഴിഞ്ഞ് ബീഹാറിൽ, ഹരിയാനയിലേക്ക് അറിയാലോ ബി.ജെ.പി. അങ്ങ് താഴ്ന്നു നിന്നിട്ട് പെട്ടെന്ന് ഒരു കുതിച്ചു ചാട്ടമായിരുന്നു. അപ്പൊ ഇവിടെ കേരളത്തിലെ മാധ്യമങ്ങളുടെ വലിയ രീതിയിലുള്ള സന്തോഷവും, അപ്പൊ ബി.ജെ.പി. കുതിച്ചു ചാടുമ്പോൾ അവരുടെ മുഖത്തുള്ള വിഷാദഭാവവും, അതിൽ ഏറ്റവും ടോപ്പ് സ്കോറിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞാല് നമ്മുടെ ത്രിപുരയിൽ ബി.ജെ.പി. അധികാരത്തിൽ വന്നപ്പോ നമ്മുടെ കൈരളിയിലെ അജിം ഷാ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകന്റെ വിഷാദഭാവമായിരുന്നു. അതാണ് എന്റെ മനസ്സിൽ എപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്നത്. പിന്നെ ഷാനി പ്രഭാകരന്റെ ഒക്കെ. അപ്പോ അതിൽ പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിലും, നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചപ്പോൾ അതിൽ പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിലും, ഇപ്പോൾ ഇതാ BMC തെരഞ്ഞെടുപ്പ്, അതായത് ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ബി.ജെ.പി. നടത്തി. ലൈവ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 2869 വാർഡുകളിൽ 934 വാർഡുകൾ ബി.ജെ.പി. ഇതിനോടകം തന്നെ പിടിച്ചെടുത്തു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. INC 109, UBT 103. UBT എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ശിവസേന, ഉദ്ധവ് വിഭാഗത്തിന്റെ ശിവസേന. ബി.ജെ.പി. ഇതില് ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ വിചാരിക്കും ഈ BMC തെരഞ്ഞെടുപ്പ്, മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ്, പക്ഷെ അങ്ങനെയല്ല. ഈ സാധനം എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര സാധനമാണ് BMC എന്ന് പറയുന്നത്. ബി.ജെ.പിക്ക് കടന്നു കയറാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് അടിച്ച് ഉടച്ച് മറാത്തി മണ്ണിൽ ബി.ജെ.പി. ഒഴിച്ചുകൂടാനാവാത്ത ഒരു ശക്തിയായി അവിടെ കൊടികുത്തുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. മഹാരാഷ്ട്ര ഓഫ് കോഴ്സ് ബി.ജെ.പി. ആണ് ഭരിക്കുന്നത്, NDA ആണ് ഭരിക്കുന്നത്, ഷിൻഡെ വിഭാഗമൊക്കെ ചേർന്ന് നിന്നുകൊണ്ട്. പക്ഷേ BMC എന്ന് പറയുന്നത് അഭിമാന പ്രശ്നമാണ്. നാഗ്പൂർ അടക്കം ഇപ്പോ ബി.ജെ.പി. വൻ കുതിച്ചുചാട്ടം നടത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇത് സത്യം പറഞ്ഞാല് തിരുവനന്തപുരം കോർപ്പറേഷൻ ബി.ജെ.പി. പിടിക്കുന്നതിനെക്കാട്ടിലും സന്തോഷം തരുന്ന ഒരു കാര്യമാണെന്നുള്ളതാണ്. ബി.ജെ.പി. ഈസ് കറന്റ്ലി ലീഡിംഗ് ഇൻ മുംബൈ, നാഗ്പൂർ, പൂനെ, നാസിക്, താനെ, പിംപ്രി ചിച്ച്വാഡ്, അൽഹിയ നഗർ, അഖോല, നവി മുംബൈ, ഭിവാണ്ടി, സംഭാജി നഗർ, സൊലാൻപൂർ, പൻവേൽ, ലാത്തൂർ, ധൂലെ, കല്യാൺ, ഇച്ചാൽ കരാഞ്ചി എന്നുള്ള സ്ഥലങ്ങളിൽ ബി.ജെ.പി. ഇപ്പോൾ ലീഡ് ചെയ്യുന്നു എന്നുള്ള വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ദേശീയ മാധ്യമങ്ങളൊക്കെ തരംഗമായി BMC-യിൽ ബി.ജെ.പി. ലീഡ് ചെയ്യുന്നത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പിൽ വലിയ പ്രത്യാരോപണങ്ങളെല്ലാം അപ്പുറത്തെ UBT-യുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് വേറൊരു കാര്യം. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, താക്കറെ ബ്രദേഴ്സിനെതിരെ ബി.ജെ.പി. മുംബൈയിൽ അടക്കം വലിയ ലീഡിൽ നിൽക്കുമ്പോഴും ഏറ്റവും ഗംഭീരമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ബി.ജെ.പി. ഡോമിനേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതാണ് ഞെട്ടിക്കുന്ന വിഷയം എന്ന് പറയുന്നത്. ഇപ്പോ ബി.ജെ.പി. വിൻസ് മുസ്ലിം ഡോമിനേറ്റഡ് മാൻഖുർദ്, മുംബൈ എന്നുള്ള വാർഡുകളിലെല്ലാം ബി.ജെ.പി. വിജയിച്ച് മുന്നിലേക്ക് കയറിയാണ്. നവനാഥ് ഭാങ് സെക്യൂർസ് വിക്ടറി ഫണ്ട് മാൻഖുർദ് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഇപ്പൊ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. അതൊരു ട്രെൻഡാണ് ബിജേട്ട. ഇപ്പൊ ബീഹാറിലടക്കം നമ്മൾ നോക്കിയപ്പോഴും, ഉത്തർപ്രദേശിൽ നോക്കുമ്പോഴും, ഉത്തരേന്ത്യയിലെല്ലാം മുസ്ലിങ്ങൾ കൂട്ടത്തോടെ ബി.ജെ.പിയിലോട്ട് ചായുന്ന കാഴ്ചയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. അപ്പൊ എനിക്ക് അറിയേണ്ടത് എന്താണ് ഈ BMC തെരഞ്ഞെടുപ്പ് മറ്റ് തെരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്? ബി.ജെ.പി. അവിടെ പിടിച്ചു എന്ന് പറയുമ്പോൾ ജസ്റ്റ് ബി.ജെ.പി. അവിടെ പിടിച്ചു എന്ന് പറഞ്ഞ് നമുക്ക് തള്ളാനായിട്ട് സാധിക്കുമോ? ഒരിക്കലും സാധിക്കത്തില്ല. ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷനാണ് BMC. BMC-യുടെ മുഴുവൻ പേര് ബൃഹത് മുംബൈ കോർപ്പറേഷൻ എന്നാണ്. ആ പേര് പോലെ തന്നെ 29 കോർപ്പറേഷനുകളുടെ ഒരു ശൃംഖലയാണ്. ഏതാണ്ട് 1.24 കോടി വോട്ടർമാരാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. ഇനി അതിന്റെ ബഡ്ജറ്റ് കേട്ടാല് കേരളത്തിനേക്കാൾ എത്രയോ മടങ്ങ് വലുതാണെന്ന് മനസ്സിലാവും. ആ ഒരു കോർപ്പറേഷന്റെ ബഡ്ജറ്റ് 74,000 കോടി രൂപയാണ്. ഏറ്റവും അതിസമ്പന്നമായ, ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ കോർപ്പറേഷനാണ്. കാരണം മഹാരാഷ്ട്ര, മുംബൈ എന്ന് പറയുന്ന ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം ആണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ആണ്, ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമാണ്. എല്ലാ കോർപ്പറേറ്റ് കമ്പനികളുടെ ഹെഡ് ഓഫീസ് ഉള്ള സ്ഥലമാണ്, വ്യാവസായിക നഗരമാണ്. അതുകൊണ്ട് തന്നെ അത് സമ്പന്നമായിരിക്കും. കാരണം അവിടെ അധികാരം പിടിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു സ്റ്റേറ്റ് പിടിക്കുന്നതിന് തുല്യമാണ്. ഇപ്പൊ നമുക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ ആയിട്ടോ, ഇല്ലെങ്കിൽ സൂററ്റ് കോർപ്പറേഷൻ ആയിട്ടോ, ഇല്ലെങ്കിൽ ലക്നൗ കോർപ്പറേഷൻ ആയിട്ടോ ഒന്നും ഇതിനെ താരതമ്യം ചെയ്യാനേ കഴിയില്ല. മുംബൈ കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഇത് ഒരു കോർപ്പറേഷൻ ആണോ, അതേ പല കോർപ്പറേഷനുകളുടെ സംയോജനമാണോ?
പല കോർപ്പറേഷനുള്ള സംയോജനമാണ്. അതാണ് ധനുഷ് നേരത്തെ വായിച്ച ആ കോർപ്പറേഷനെല്ലാം അതൊക്കെ കോർപ്പറേഷനാണ്. നാഗപ്പൂര് ആണെങ്കിലും മറ്റതെല്ലാം കോർപ്പറേഷൻസ് ആണ്. അതിൽ നിന്ന് ഉള്ള ഇതെല്ലാം ചേർന്നിട്ടാണ് സംയുക്ത. അതുപോലെ തന്നെ MLC-മാരാണ്, MLA-മാരുടെ ഒരു ഈക്വൽ പവറുള്ള MLC-മാർ തന്നെയാണ്. ഇവിടെ നമുക്ക് അങ്ങനത്തെ ഒരു പദവി ഇല്ല നമ്മുടെ സംസ്ഥാനത്ത്. നമ്മളത് കോർപ്പറേഷൻ കൗൺസിലർ എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. മറ്റേ അതങ്ങനെയല്ല, കുറച്ചുകൂടെ വലിയ ലാർജ് സ്കെയിലുള്ള വോട്ടർമാരും ലാർജ് ഏരിയയും, അതായത് ഒരു നിയമസഭ, ഒരു 1.5 കോടി ജനം ഉള്ള ഒരു ചെറിയ നിയമസഭയുടെ എല്ലാവിധ കെട്ടും മട്ടും ഉള്ളതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് ഇനി ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ ആ ചെറിയ നിയമസഭയേക്കാളും കൂടിയ ബഡ്ജറ്റാണ് അവിടെ അവതരിപ്പിക്കുന്നത്. സാമ്പത്തികമായി വളരെയധികം മുൻപിൽ നിൽക്കുന്ന ഒരു കോർപ്പറേഷൻ കൂടിയാണിത്. ഇതിനകത്ത് വലിയ ചരിത്രം ഉണ്ട്. ഇത് അധികം പഴക്കമുള്ള ചരിത്രമൊന്നുമില്ല. 10-25 വർഷം മുൻപോട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ പലരും ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ശിവസേന എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി മഹാരാഷ്ട്ര മണ്ണിലേക്ക് വരുന്നു. അതിനുശേഷം അവരുടെ അടിത്തറ ഉറപ്പിച്ച ഇടം മുംബൈ നഗരമായിരുന്നു. അവിടുത്തെ ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളെ മറ്റുമൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് അവരതിന്റെ യൂണിറ്റ് ഉണ്ടാകുകയും പിന്നെ ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പിന്നീട് ഇവര് അത് വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി മണ്ണിന്റെ മക്കൾവാദമൊക്കെ അവർ ഉപയോഗിച്ചു. ദക്ഷിണേന്ത്യക്കാരെ അടിച്ച് പുറത്താക്കുക, ഇല്ലെങ്കിൽ മറാത്തീസ് ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ പുറത്താകുക എന്നുള്ളൊരു മുദ്രാവാക്യമാണ് അവർ ഉപയോഗിച്ചത്. അന്ന് ഈ തമിഴ്നാട്ടുകാരും തെലുങ്കന്മാരും കന്നഡയും മലയാളികളും ഒക്കെ അടിമേടിച്ചിട്ടുണ്ട്, പോയിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തിയിട്ടുണ്ട്. പക്ഷെ ഗുജറാത്തികളെ മാത്രം ആക്രമിച്ചിട്ടില്ല. അതിനൊരു കാരണം വെച്ചാൽ ഗുജറാത്തികളായിരുന്നു, മാർവാടികളും ഗുജറാത്തികളുമാണ് ബിസിനസ്സുകാർ മുഴുവൻ. അപ്പൊ അവരെ അടിച്ചോടിച്ചു കഴിഞ്ഞാൽ പിന്നെ കമ്പനികളൊന്നും കാണത്തില്ലല്ലോ, സ്ഥാപനങ്ങൾ കാണത്തില്ല. അപ്പൊ അവർക്ക് അടി കിട്ടിയിട്ടില്ല. പണിക്ക് വന്ന ഈ മലയാളിക്കും തമിഴിനൊക്കെ അന്ന് അടി കിട്ടി. അങ്ങനെ ഒരു മണ്ണിന്റെ മക്കൾ വാദം ഉപയോഗിച്ചിട്ട് കയറി വന്നതാണ്. അതിനുശേഷം 1985 ആയപ്പോഴേക്കും ഇവർ ശക്തമാകുകയും ഈ ബൃഹത് മുംബൈ കോർപ്പറേഷൻ അധികാരം പിടിക്കുകയും ചെയ്തു. അവിടെയും കൗതുകങ്ങളുണ്ട് കേട്ടോ. ഇവര് ഒറ്റയ്ക്കല്ല. നമ്മുടെ മുസ്ലിം ലീഗിന്റെ 3 പേരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവരെന്നൊരു ഭരണം രൂപീകരിച്ച് വന്നത്. മുസ്ലിം ലീഗിനെ കൂട്ടുപിടിച്ചിട്ട് ഇവർ ഭരിച്ചിട്ടുണ്ട്. അവർ മുസ്ലിം ലീഗ് 5 സീറ്റുള്ളപ്പോഴും ശിവസേന അവരെ കൂട്ടുപിടിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്തും ഒക്കെ അതിന്റെ ഒരു ഇതുണ്ടായിരുന്നു അവിടെ. അപ്പോ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ മുസ്ലിം ലീഗിന് ശിവസേന എന്ന് പറഞ്ഞാൽ BJP പോലെയല്ല. BJP-യെക്കാളും അതിതീവ്രമായ ഹിന്ദുത്വം പറയുന്ന, പച്ചക്ക് പറയുന്ന ഒരു പാർട്ടിയാണ് ബാൽ താക്കറെ. എന്നിട്ട് പോലും അവർ മുസ്ലിം ലീഗ് പിന്തുണ അവർ ഭരിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ മുസ്ലിം വോട്ടർമാര് പെട്ടെന്ന് മാറി ചിന്തിക്കുന്നില്ല. അവർക്ക് ബേസിക്കലി അവർക്കൊരു ചെറിയ, അവരുടെ എന്താ പറയുന്നത്, ഒരു ചെറിയ ഒരു ഇതുണ്ടായിരുന്നു, ഒരു എലിമെന്റ് അവരുടെ മനസ്സിൽ എവിടെയോ ഉണ്ടായിരുന്നു. കാരണം ഇവരൊന്നിച്ച് ഭരിച്ചിരുന്നതൊക്കെയാണ്. അതിനുശേഷം ഈ ശിവസേന കൊങ്കൺ മേഖല ആണ് കൂടുതൽ അത് വളർന്നു വന്നത്. നമ്മുടെ ഈ കൊങ്കൺ റെയിൽസ് ഒക്കെ കടന്നു പോകുന്നില്ലേ, ആ കൊങ്കൺ മേഖലയിൽ ഇവര് വളരെ ശക്തമാവുകയുണ്ടായി. കൊങ്കൺ മേഖല പിന്നീട് ഇവര് മുംബൈയുടെ മഹാരാഷ്ട്ര വടക്ക് പടിഞ്ഞാറൻ മേഖലയില് തീരപ്രദേശങ്ങളില് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശം കൂടെ ഉണ്ട്. തണ്ണ എന്ന് പറയുന്ന പ്രദേശമാണ്. തണ്ണ. അപ്പൊ BJP അവിടെ ഒരു കൊച്ചു പാർട്ടിയാണ്. BJP-ക്ക് അങ്ങനെ വലിയ കയറിക്കിടക്കാൻ ഇടമില്ല, കഞ്ഞി കുടിക്കാൻ വകുപ്പുമില്ല. BJP-യുടെ ദേശീയ നേതാക്കളൊക്കെ ഉണ്ട്, അദ്വാനിയും വാജ്പേയി ഒക്കെ ഉണ്ട്. അങ്ങനെ ശിവസേനയുടെ കൂടെ വരുന്നു. ശിവസേന ബാൽ താക്കറെ വിളിക്കുന്നു, വരൂ, അകത്ത് വരൂ, നിങ്ങളെ കൂടെ നമുക്ക് സംഘടിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാന്ന് പറയുന്നു. മഹാരാഷ്ട്രയിൽ അങ്ങനെ വലിയ ശക്തമല്ലായിരുന്ന BJP-യെ കൂടെ നിർത്തിക്കൊണ്ട് ശിവസേന മുമ്പോട്ട് പോകുന്നു. BJP കുറച്ച് വളർന്നു കഴിഞ്ഞപ്പോൾ അവരാദ്യം ചെയ്തത് ഈ കൊങ്കൺ മേഖലയിലെ ശിവസേന തകർത്തുകൊണ്ട് അവിടെ നാരായൺ റാണ എന്ന് പറയുന്ന ഒരു തലയെടുപ്പുള്ള നേതാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ റാഞ്ചി എടുത്തുകൊണ്ട് അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയൊക്കെ ആക്കി. അങ്ങനെയാണ് അവിടെ ശിവസേന തകർക്കുകയാണ്. അപ്പോഴേക്കും ബാൽ താക്കറെ ഈ അനാരോഗ്യവാനായി മാറി. ആ ഒരു സാഹചര്യം ബാൽ താക്കറയുടെ നല്ല കാലമല്ല, അനാരോഗ്യമായി മാറി. BJP-യെ സംബന്ധിച്ച് പുത്തൻ കൂറ്റുകാർ പ്രമോദ് മഹാജൻ, നിതിൻ ഗഡ്കരി തുടങ്ങിയ പുത്തൻ കൂറ്റുകാർ പതുക്കെ അതിലേക്ക് തലപ്പത്തേക്ക് എത്താൻ തുടങ്ങി. LK അദ്വാനിയും വാജ്പേയിയും താക്കറെയും ഒക്കെ ഏതാണ്ടൊക്കെ ഒരു സമാനമായ രീതിയിലാണ്. പ്രായം കൂടുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഈ പുത്തൻ കുറ്റുകാരിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ റാണയും ഒക്കെ ഒരു ഓപ്പറേഷൻ നടക്കുന്നു. നാരായൺ റാണ ഇങ്ങോട്ടേക്ക് വരുന്നു. അതിനുശേഷം ശിവസേനയുടെ മറ്റൊരു തട്ടകമായ തണ്ണെ BJP തകർത്തത്. പക്ഷെ ആക്ച്വലി BJP അല്ല തകർത്തത്, കോൺഗ്രസും NCP-യും കൂടെ ഒക്കെ അവിടെ കയറി മേഞ്ഞ് അത് BJP-യുടെ കയ്യിലേക്ക് എത്തുകയായിരുന്നു. അപ്പോഴൊക്കെ അതിനിടയിൽ 1985 അധികാരത്തിൽ വന്ന ശിവസേന, BMC-യിൽ അധികാരത്തിൽ വന്ന ശിവസേന പിന്നീട് ഇതുവരെ പിന്നോട്ട് പോയില്ല. അതിനുശേഷം ഇടയ്ക്ക് ഈ ഉദ്ധവും BJP-യും തമ്മിൽ ഉടക്കി. BJP പിന്തുണ പിൻവലിച്ചപ്പോൾ കോൺഗ്രസും NCP-യും അപ്പോഴും ലീഗ് വന്നു, എല്ലാം കൂടെ പിന്തുണച്ച് വീണ്ടും അവർ തന്നെ കണ്ടിന്യൂ ചെയ്യുകയുണ്ടായി. മുംബൈ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ശിവസേന തോറ്റു, ഉദ്ധവിന്റെ വിഭാഗം തോറ്റു എന്ന് പറഞ്ഞാൽ ശിവസേന മഹാരാഷ്ട്രയിൽ അസ്തമിക്കുന്നു എന്നുള്ളത് തന്നെയാണ്.
കാരണം ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മറാത്ത വോട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ നീക്കം. ഇതിനെ ഞാനിപ്പോൾ കാണുന്ന ഈ തെരഞ്ഞെടുപ്പിന് ഹരിയാനയ്ക്ക് സമാനമായ ഒരു തെരഞ്ഞെടുപ്പ് പോലെയാണ്. സമാനമായ നീക്കമാണ് മഹാരാഷ്ട്ര കണ്ടത്. മഹാരാഷ്ട്ര ഈ കോർപ്പറേഷൻ പരിധിയിൽ 30% മറാത്തികളുണ്ട്. ബാക്കി അപ്പോൾ 70% ആരാ? മറ്റുള്ളവരാണ്. അതില് മുസ്ലിംസ് ഉണ്ട്, 20% മുസ്ലിംസ് വരുന്നുണ്ട്. ദക്ഷിണേന്ത്യക്കാരെന്ന് പറയുമ്പോൾ മലയാളിയുണ്ട്, തമിഴനുണ്ട്, തെലുങ്കനുണ്ട്, കന്നഡക്കാരുണ്ട്. ഇവർ 8% വരുന്നുണ്ട്. ബുദ്ധ ജൈന വിഭാഗങ്ങൾ 5% വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ഗുജറാത്തികളാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതലുള്ളത് കേട്ടോ. ഞാൻ ഈ ഗുജറാത്തില് ദാദ്ര ഹവേലിയിൽ വർക്ക് ചെയ്യുമ്പം ഈ വാപ്പി കഴിഞ്ഞിട്ട് പിന്നെ അടുത്തൊരു മെയിൻ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഈ പനവേല. നമ്മുടെ മലയാളികളൊക്കെ ഇഷ്ടംപോലുണ്ട് അവിടെ. ഈ വാപ്പിയും പനവേലും ഒക്കെയാണ് ഈ മത്സ്യത്തൊഴിലാളികൾ വല മേടിക്കാനായിട്ടൊക്കെ പോകുന്നൊരു സ്ഥലമാണ്. അപ്പോ ഈ പനവേൽ അടക്കം ഉള്ളിടത്താണ് ഇപ്പോൾ ഈ വിജയം, വലിയ രീതിയിൽ വിജയം നടന്നത്. അപ്പൊ ഈ ഗുജറാത്തീസ് 11.3% ഉണ്ട്. മറ്റ് നോർത്ത് ഇന്ത്യൻസ് 3.2%. ക്രിസ്ത്യാനികളുമുണ്ട്, 3.27% ക്രിസ്ത്യൻസ് ഉണ്ട്. ഇനി ഹിന്ദുക്കളാണ് എന്നുണ്ടെങ്കിൽ ഒരു 66% ഹിന്ദുക്കളുണ്ട്. പക്ഷെ ഹിന്ദുക്കളായിട്ടല്ല അവിടെ അവർ കാണുന്നത്, മറാത്തി എന്നുള്ളൊരു വികാരമാണ്. ഇവിടെ ഈ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്, BJP അവരുടെ എല്ലാ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ഒരു താരോദയം ഉണ്ടാകും. കഴിഞ്ഞ പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പിലാണ് നമ്മൾ ഈ അരവിന്ദ് മെനോന്റെ ഒക്കെ പേര് കണ്ടത്. അതുപോലെ തന്നെ കശ്മീർ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ രാം മാധവിന്റെ പേര് നമ്മൾ കണ്ടു. ത്രിപുര തെരഞ്ഞെടുപ്പ്, തെലങ്കാന തെരഞ്ഞെടുപ്പൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സുനിൽ ദിയോദറുടെ പേര് വന്നു. സുനിൽ ദിയോദർ ഞാനുമായിട്ടിരിക്കുന്ന ചിത്രം എന്റെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചിരിക്കുന്ന ചിത്രമാണ്. കാരണം ഞാൻ ആ വ്യക്തിയെ പറയാൻ വേണ്ടിയിട്ടാണ്. ദിയോദർ അദ്ദേഹത്തിന് ആദ്യം ത്രിപുരയാണ് കൊടുത്തത്. ത്രിപുരയിൽ അധികാരം പിടിച്ചതിന് ശേഷം പിന്നെ അദ്ദേഹത്തെ കൊണ്ട് തെലുങ്കാനയിലും വലിയ നേട്ടമുണ്ടാകും. അപ്പൊ ഓരോരുത്തർക്കും ഓരോ താരോദയം ഉണ്ടാകും. ഇത്തവണത്തെ താരം ആരെയെന്ന് ചോദിച്ചാൽ കണ്ണടച്ച് പറയാം, അണ്ണാമലയാണ്. അപ്പൊ ഇവിടെ എല്ലാവരും പറഞ്ഞു അണ്ണാമല ഒതുക്കി, അണ്ണാമല തകർത്തു എന്നൊക്കെ പറഞ്ഞു. തമിഴ്നാട്ടിൽ നിന്ന് അണ്ണാമലയ്ക്ക് ഇതൊന്നും. അപ്പോഴും നമ്മളിവിടെ പറയുന്നുണ്ട് അണ്ണാമല തമിഴ്നാട്ടിന് വേണ്ടിയിട്ട്. തമിഴ്നാട്ടിലേക്ക് അണ്ണാമല വരും, അതിനൊരു ഉചിതമായ സമയമുണ്ട്. തമിഴ്നാട്ടിലേക്ക് അണ്ണാമല വരുന്നു, അതൊരു 1.5 വരവായിരിക്കും. ഇപ്പോഴല്ലത്. ഇപ്പൊ പുള്ളി ഒന്ന് സൈലന്റിലാണ്. ആ സൈലന്റിലാകുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷെ അതിപ്പം ഇപ്പോഴത്തെ അവിടുത്തെ സഖ്യം രൂപീകരിക്കുന്നതിന് അണ്ണാമല അവിടെ ആവശ്യമില്ല. കാരണം അണ്ണാമല ഉണ്ടെങ്കിൽ സഖ്യത്തിന് പകരം അടിയും പിടിയും അവിടെ നടക്കും. 100%. കാരണം 100% നടക്കും. അണ്ണാമലെ കൊണ്ട് ഈ സഖ്യം രൂപീകരിച്ച് പോകാൻ പറ്റത്തില്ല. കാരണം ഈ വന്നിരിക്കുന്ന മുഴുവൻ ഈ പളനിസ്വാമിയും കിളനിസ്വാമിയും ഒക്കെയാണ്. അവരുടെ മുമ്പിൽ അണ്ണാമല കുനിഞ്ഞു നിൽക്കത്തില്ല, പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് അണ്ണാമല തൽക്കാലം ഫ്രീസ് ആയി നിർത്തിയിരിക്കുകയാണ്. ഈ ഇലക്ഷൻ കഴിയുമ്പോൾ അണ്ണാമല വീണ്ടും സജീവമാകും. അത് ദേശീയ തലത്തിലാണോ? ഞാൻ ഏകദേശം അറിയുന്നത് കാര്യം, ദേശീയ ജനറൽ സെക്രട്ടറിമാരുണ്ട്, ഇവർക്കൊരു 4 പേര്. അപ്പോ അതിനകത്തൊന്നും നമ്മുടെ കേരളത്തിലില്ലേ ഈ അനൂപ് ആന്റണിയും ഒക്കെ, അതേപോലെ തന്നെ ദേശീയ തലത്തിലുള്ള ഭയങ്കര പവർ ആകും. ആ 4 ദേശീയ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായിട്ട് അണ്ണാമല വരും എന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, പക്ഷെ അതിന്റെ ഒരു തുടക്കം എന്ന നിലയിലായിരിക്കണം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന്റെ ഒരു ദക്ഷിണേന്ത്യയുടെ ചുമതല. ഏതാണ്ട് 8% വോട്ടുണ്ട്. അതായത് 1.24 കോടി ജനങ്ങളുടെ 8% എത്രയുണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അണ്ണാമല വന്നു. അവിടെ മുംബൈയിൽ അണ്ണാമലെ കൊണ്ടുവരുന്നതിന് മറ്റൊരു കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം ഈ മുംബൈയിലും മറ്റുമൊക്കെ ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വിദ്യാസമ്പന്നരാണ്. അവരുടെ പുതിയ തലമുറയും ഒക്കെ നല്ല വിദ്യാസമ്പന്നരാണ്. അപ്പൊ അവിടേക്ക് അതേ കണക്ക് ക്വാളിഫൈഡ് ആയിട്ട് ഒരാളെ കൊണ്ടുവന്നു. അദ്ദേഹം ഒരു പ്രസംഗം നടത്തി. അദ്ദേഹം ആ പ്രസംഗത്തിൽ പറഞ്ഞു, മുംബൈ നഗരം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടേതല്ല, മഹാരാഷ്ട്രയുടേതല്ല, പകരം അത് ഇന്റർനാഷണൽ നഗരമാണെന്ന് പറഞ്ഞു. അക്ഷരാർത്ഥത്തിൽ ശരിയാണ്, അതൊരു ഇന്റർനാഷണൽ നഗരമാണ്. നമ്മുടെ അന്തർദേശീയ രംഗത്ത് മുംബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ നഗരമാണ്. ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും എല്ലാവർക്കും അറിയാം. ഈ ഒരു വാക്കിനെ വളച്ചൊടിച്ചുകൊണ്ട് രാജ് താക്കറെ പണ്ടേ തന്നെ കൊടും തീവ്രമായി സംസാരിക്കുന്ന ഒരാളാണ്. MNS അദ്ദേഹവും ഇപ്പൊ അമ്മാവനും അനന്തരവനും കൂടെ ഇപ്പൊ ഒന്നിച്ചില്ല. അനന്തരവന്മാര് തമ്മിൽ ഇപ്പൊ ഭയങ്കര കസിൻസ് തമ്മിൽ ഭയങ്കര ബന്ധമാണ്. ഇപ്പൊ കസിൻസ് ഒന്നിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അപ്പം ഇവര് അത് വളച്ചൊടിച്ചിട്ട് പറഞ്ഞു, തമിഴന്മാര് ദക്ഷിണേന്ത്യക്കാർ പിച്ചക്കാരാണ്, എത്രയും പെട്ടെന്ന് മഹാരാഷ്ട്ര വിട്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പൊ അണ്ണാമല വരികയോ, അണ്ണാമല അവിടെ ഒരു തീയായി കത്തിജ്വലിക്കുകയും ചെയ്യും. ഉദ്ധവ് താക്കറയുടെ മകൻ ആദിത്യ താക്കറെ ഉൾപ്പെടെ അണ്ണാമലയ്ക്കെതിരെ തിരിയുകയും, അതിന്റെ ഇടയിൽ രാജ് താക്കറെയും ശിവസേനക്കാരും പറഞ്ഞ് തമിഴന്മാരും ദക്ഷിണേന്ത്യക്കാരും വിട്ടു. പഴയ കാലമല്ല. പണ്ട് ശിവസേന ഈ ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് മറാത്തിയ മണ്ണ് മറാത്തികൾക്ക് എന്ന് പറഞ്ഞുകൊണ്ടൊരു മുദ്രാവാക്യമാണ് ഉയർത്തി. ഇക്കാലത്ത് അത് വിലപ്പോലും അവരടപടലം ഏതാണ്ട് ഒരു 70% അവരുടെ വോട്ടുകൾ ഇപ്പോ ഈ BJPക്ക് ലഭിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. നോർത്ത് ഇന്ത്യയിലെ വോട്ടും BJPക്ക് ലഭിച്ചു. അതോടുകൂടി ഇതാണ് ഞാൻ ഹരിയാന മോഡൽ എന്ന് പറഞ്ഞത്. അതായത് ജാട്ടിന്റെ പുറകിന് പോയി ബാക്കിയുള്ളവരെ BJP കണക്ട് ചെയ്തു. ഇവിടെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. 1-2 ഫാക്ടറോടെ ഞാൻ പറയാം.
നോർത്ത് ഇന്ത്യൻ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയതിൽ യാതൊരു അതിശയമില്ല. അത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വന്നുകൊണ്ടിരുന്ന വോട്ടുകൾ തന്നെയാണ്, അതിലൊരു അത്ഭുതമൊന്നുമില്ല. പക്ഷെ ദക്ഷിണേന്ത്യൻ വോട്ടുകൾ വലിയ രീതിയിൽ ബി ജെ പിയിലേക്ക് പോയി എന്നുള്ളത് അത്ഭുതം തന്നെയാണ്. അവർ കാലാകാലങ്ങളിൽ കോൺഗ്രസിനെ മറ്റും പിന്തുണച്ചുകൊണ്ടിരുന്നൊരു വിഭാഗമായിരുന്നു. അവരൊരു ഓപ്ഷൻ നോക്കിയിരിക്കുകയായിരുന്നു. കാരണം ശിവസേനയിലേക്ക് പോകാൻ മേല, പണ്ട് കാലത്ത് തല്ല് നടത്തിയതാണ്. പിന്നെ ശിവസേനയ്ക്ക് ഇപ്പോൾ വലിയ പവറും ഇല്ല. അങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് ബി ജെ പിയുടെ ഒരു എൻട്രി അവിടെ വരുന്നത്. അവർ ബി ജെ പിയിലേക്ക് പോയി. ഇതിനകത്ത് സ്ത്രീകളും യുവാക്കളും വലിയ രീതിയിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്തിരിക്കുന്നു. കാരണം ഈ പുതിയൊരു വികസിത ഇന്ത്യ അല്ലെങ്കിൽ വികസനം സ്വപ്നം കാണുന്ന ഒരു വലിയ വിഭാഗവും സ്ത്രീകൾക്ക് അനവധി പദ്ധതികൾ ഈ ഷിൻഡെ സർക്കാർ ചെയ്തിരുന്നു, അതിനുശേഷം ഫട്നാവിസ് സർക്കാരും ചെയ്തു. അതെല്ലാം ഇതിൽ ഫലം ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, മുസ്ലിം വോട്ടർമാർ ഒരു നല്ല രീതിയിൽ മുംബൈയിൽ ചായ്വ് പ്രകടമാക്കിയിട്ടുണ്ട്. അതിന് ഞാൻ കാണുന്ന ഒരു കാര്യം, അവർ പെട്ടെന്ന് മാറി ചിന്തിച്ചതായിട്ടല്ല ഞാൻ കാണുന്നത്. കാരണം അവർക്ക് ബേസിക്കലി തന്നെ മുംബൈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അവർ ശിവസേനയുമായിട്ടൊക്കെ അധികാരം പങ്കിട്ടിട്ടുണ്ട്. അപ്പൊ അവരുടെ മനസ്സ് അത്തരത്തിൽ പാകപ്പെട്ടിരുന്ന ഒരു മനസ്സാണ്. ഇത്തവണ ബി ജെ പി വന്നപ്പോൾ അവർക്ക് കുറച്ചുകൂടെ സേഫ് സോൺ കിട്ടി. പിന്നെ വികസനം, മുംബൈ കോർപ്പറേഷനെ സംബന്ധിച്ച് വികസനമാണ്. ഒരുപാട് മുസ്ലിം വിഭാഗത്തിൽ തന്നെയുള്ള വ്യവസായികളും ബിസിനസ്സുകാരും ഒക്കെ തന്നെയുണ്ട്. അങ്ങനെയുള്ള ഈ മുംബൈയിൽ നിന്നുള്ള ഒരു ബിസിനസ്സുകാരന്റെ ഒരു ഇന്റർവ്യൂ നമ്മുടെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഞാൻ ആ പേര് അദ്ദേഹത്തിന്റെ ഓർക്കുന്നത്, ഭയങ്കര ഫേമസാ. അപ്പൊ അദ്ദേഹം മുംബൈ കലാപ സമയത്ത്, മുംബൈക്കാരനാണ്. അദ്ദേഹത്തിന് ഈ ഗുജറാത്ത് കലാപ സമയത്തും മറ്റുമൊക്കെ അദ്ദേഹത്തിന്റെ ബിസിനസ് സ്ഥാപനങ്ങൾ കത്തിപ്പോയി ഗുജറാത്തില്. അപ്പോ അദ്ദേഹം മുസൽമാനാണ്. അപ്പോ ഈ ലണ്ടനിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അപ്പൊ അവിടെ ശ്രീമാൻ നരേന്ദ്രമോദി വരുന്നു ലണ്ടനില്. അദ്ദേഹം മുഖ്യമന്ത്രിയാണ് ഗുജറാത്തിന്റെ, പ്രധാനമന്ത്രി അല്ല. അപ്പോ അവിടുത്തെ ഹോട്ടലില് ഇങ്ങനെ താമസിക്കുമ്പോൾ ഈ വ്യവസായിക്ക് ഒന്ന് കണ്ടാ കൊള്ളാം, തന്റെ ആ കെട്ടിടങ്ങളൊക്കെ തകർന്നല്ലോ, വല്ല നഷ്ടപരിഹാരം കിട്ടുമോ ഇനി എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദി കാണാൻ പോയി ഒരു കുറിപ്പടി കൊടുത്തു വിട്ടു അദ്ദേഹത്തിന്റെ ഹോട്ടലിലെ റൂമിലേക്ക്. മറ്റേ നമ്മുടെ അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ട് പിയുടെ കൊടുത്തു വിട്ടു. നരേന്ദ്രമോദി ഇദ്ദേഹത്തെ ക്ഷണിച്ചു, വരാൻ പറഞ്ഞു. സാധാരണ മുഖ്യമന്ത്രിയൊക്കെ കൂടിക്കാഴ്ച നടത്തുന്ന നമുക്കറിയാം 2 മിനിറ്റ് 3 മിനിറ്റ് ആയിരിക്കും. അദ്ദേഹവുമായി 1 മണിക്കൂറിലധികം കൂടിക്കാഴ്ച നടത്തി, ചായ കൊടുത്തിട്ടാണ് പിരിയുന്നത്. അതിനുശേഷം ഈ വ്യവസായി പറഞ്ഞത്, ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ നരേന്ദ്രമോദി എഴുന്നേറ്റ് വന്ന് കെട്ടിപ്പിടിച്ചു. നിങ്ങളൊരു ഗുജറാത്തി ആണല്ലോ, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? അപ്പൊ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു ഫാക്ടറികൾ ഉണ്ടായിരുന്നു, അവിടെ ആ കലാപത്തിൽ ഇതൊക്കെ കത്തിപ്പോയി. ഞാൻ അങ്ങനെ ഈ പ്രശ്നത്തിനൊന്നും പോകുന്ന ഒരാളല്ല, എനിക്ക് ഇനിയും അത് തുറക്കാൻ കഴിയുന്നില്ല, കാരണം അതൊരു ഹിന്ദു ബേസ്. ഉടനെ മോദി പറഞ്ഞത്, നിങ്ങൾക്കത് തുറക്കണമെന്ന് ആഗ്രഹമുണ്ടോ, തുറന്ന് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, എങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ അതിന് വിളിച്ചു പറയൂ, നാളെ തന്നെ പണി തുടങ്ങിക്കോളൂ, എന്ത് വേണമെന്നുള്ളത്, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. പിന്നെ നിങ്ങളുടെ ജീവിതകാലത്ത് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ബിസിനസ്സിന് ബുദ്ധിമുട്ട് വന്നാൽ എൻ്റെ പേഴ്സണൽ നമ്പർ ഞാൻ തരാം, എനി ടൈം നിങ്ങൾക്ക് എന്നെ വിളിക്കാം. അപ്പൊ അദ്ദേഹം പറയുകയാണ്, ഞാൻ എന്താണ് എനിക്ക് പറയേണ്ടതെന്ന് അറിയില്ല, കാരണം അതുവരെ ഞാൻ കേട്ടതോ കണ്ടതോ ആയിട്ടുള്ളൊരു മനുഷ്യനല്ല എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്, എൻ്റെ ദൈവമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നീട് ഒരിക്കൽ പോലും എനിക്ക് അദ്ദേഹത്തെ വിളിക്കേണ്ടി വന്നിട്ടില്ല എൻ്റെ വ്യവസായത്തിന്. ഇന്ന് ആ വ്യവസായം ഗുജറാത്തിൽ വലിയ രീതിയിൽ തന്നെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു ബിസിനസ്സായി മാറി. അദ്ദേഹം ആക്ച്വലി മുംബൈക്കാരനാണ്, മഹാരാഷ്ട്രക്കാരനാണ്, ഗുജറാത്തിലാണ് അദ്ദേഹത്തിന്റെ ബിസിനസ്. അദ്ദേഹം പ്രവാസി ജീവിതം നയിക്കുന്നു UK. അപ്പൊ അദ്ദേഹം UK നിന്ന് അവിടെ വെച്ചൊരു തീരുമാനം അദ്ദേഹം എടുത്തു. അപ്പൊ അദ്ദേഹം നരേന്ദ്രമോദിയോട് ചോദിച്ചു, UK പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, എനിക്ക് അവിടെ പോയി കഴിഞ്ഞാൽ സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ പറഞ്ഞു, UK ഭംഗിയായി നിങ്ങൾക്ക് അവിടെ ജീവിക്കാമെന്ന് പറഞ്ഞു. ഇന്നും അദ്ദേഹം വലിയൊരു വ്യവസായിയായി നിൽക്കുന്നു. ഇത് ഞാൻ പറയാനുള്ള കാരണം, ഈ മുസ്ലിം സമുദായം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ സുഡാപ്പികൾ പറയുന്നതൊക്കെയല്ല, ഒരു വലിയ സമുദായം. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് ഈ മതവും ജാതിയും മാറ്റി നിർത്തി എല്ലാവരും വികസനം ആഗ്രഹിക്കുന്നുണ്ട്. കക്കൂസില്ലാത്തവൻ കക്കൂസല്ലേ ആഗ്രഹിക്കുന്നത്, അതല്ലാതെ എന്റെ മതം തരണമെന്ന് പറയൂ, എന്റെ ഒരു മതഗ്രന്ഥം തരൂ സർക്കാർ, കക്കൂസില്ല കുഴപ്പമില്ല, എനിക്ക് പട്ടിണിയാണ് 2 മതഗ്രന്ഥം തരൂ എന്നാരും പറയാറില്ല. പകരം അത് വേണം. ഈ ഷിയ വിഭാഗത്തിൽപ്പെടുന്നവരായാലും പസ്പന്ത മുസ്ലിംസ് ആയാലും ഒക്കെ നോർത്ത് ഇന്ത്യയിൽ ഇപ്പൊ BJP പിന്തുണച്ച് വരുന്നത് അവർക്ക് സഹായ സഹകരണങ്ങൾ കിട്ടുന്നതുകൊണ്ടാണ്. അവിടെയാണ് നരേന്ദ്രമോദിയുടെ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നുള്ള ആ ഒരു മുദ്രാവാക്യം അർത്ഥവത്താകുന്നത്. എല്ലാവർക്കും ഒപ്പം, എല്ലാവർക്കും വികസനം എന്നതാണ് മുദ്രാവാക്യം. അത് ഏതായാലും മുംബൈ കോർപ്പറേഷൻ ഇതിപ്പോ BJP പിടിച്ചെടുത്തതിലേക്ക് തന്നെ നമ്മൾ വരികയാണെങ്കിൽ നാഗപ്പൂർ അടക്കം നമുക്കറിയാം, പണ്ടുള്ള മാധ്യമങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ അറിയാം, നാഗപ്പൂരിൽ BJP തകർന്നു, നാഗപ്പൂരിൽ BJP പോയി. ഈ നാഗപ്പൂർ പറയുന്നതിന് കാരണം വെച്ചാൽ RSSന്റെ ഹെഡ്ക്വാർട്ടറാണ്. RSSന്റെ ഹെഡ്ക്വാർട്ടർ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് നാഗപ്പൂർ. അതാണ് നാഗപ്പൂർ BJP തകർന്നു, നാഗപ്പൂർ BJP ഓടിച്ചു, കണ്ടമ്പഴി ഓടി. ഇതിപ്പോ BJP ഒറ്റയ്ക്ക് ഭരിക്കാൻ പോവാ നാഗപ്പൂർ. മറ്റേ അമ്മമാരുണ്ട്. പിന്നെ ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, ഇവർക്ക് ഇതിൽ കൂടുതൽ സീറ്റ് കിട്ടിയാണ്. ഇതിനകത്ത് ഇവർ കുറെ സൗഹൃദ മത്സരം നടത്തിയിട്ടുണ്ട്. ഈ BJPയും പിന്നെ ഷിൻഡയും കൂടെ സീറ്റിന് വേണ്ടിയിട്ട് അടി നടത്തിയിട്ട് ഇവർ 2 കൂട്ടരിൽ നിന്ന് വാർഡുകളുണ്ട്.
അവിടൊക്കെ ഇപ്പൊ ആരാ ജയിച്ചെന്ന് അറിയത്തില്ല. ഇതിപ്പോ രാത്രിയാവും ഇത് ഫുള്ള് വരുമ്പോൾ. ഏതായാലും ഇതാണ് BJP മഹാരാഷ്ട്രയിൽ അവർ അടിത്തറ പായി എന്ന് തന്നെ പറയാം. ഒരുപക്ഷെ മഹാരാഷ്ട്ര സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ പ്രാധാന്യം BMCക്ക് ഉണ്ട്. കാരണം BMC കിട്ടുക എന്ന് പറഞ്ഞാൽ മറ്റൊരു മഹാരാഷ്ട്ര ഭരിക്കുക എന്നത് തന്നെയാണ്. അതിനെ നമുക്ക് തിരുവനന്തപുരമോ കൊല്ലമോ അങ്ങനത്തെ ഒരു കോർപ്പറേഷനോട് താരതമ്യം ചെയ്യാൻ പോലും കഴിയില്ല. ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ പോലത്തെ അനവധി കോർപ്പറേഷനുകൾ ചേർന്നതാണ് BMC എന്ന്. 29 കോർപ്പറേഷൻ ചേർന്നതാണ്. അപ്പൊ നമുക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ എത്ര വോട്ടർമാരുണ്ടെന്ന് എനിക്ക് അറിയില്ല ഏകദേശം. എന്നാൽ പോലും ഇത് 1.5 കോടി വോട്ടർമാരാണ്. അതായത് ഒരു സംസ്ഥാനത്തിന്റെ ആകെ വോട്ടർമാരിന്റെ ഏതാണ്ട് ഒരു 50ക്ക് താഴെ വോട്ടർമാർ വോട്ട് ചെയ്യുന്ന ഒരു സ്ഥലം തന്നെയാണ്. വലിയ പവറാണ് അവിടുത്തെ ഈ വരുന്ന കൗൺസിലർമാർക്കായാലും അതിന്റെ ചെയർമാൻ ആയാലും ഒക്കെ. ഏതായാലും BJPയുടെ വലിയ സ്വപ്നം സാക്ഷാത്കരിച്ചു. അതിൽ തന്നെ എടുത്തു പറയേണ്ട ചില സ്ഥലങ്ങൾ കൂടി ഉണ്ട്. BJPക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത സ്ഥലങ്ങൾ. അതിൽ ഒന്ന് ഞാൻ ഈ നേരത്തെ പറഞ്ഞ സ്ഥലങ്ങളാണ്. ഒപ്പം തന്നെ താനെ, നാസിക്, പൂനെ, പിമ്പരി മിർഗഡ്, പനവേലൊക്കെ നേരത്തെ ശിവസേനയൊക്കെ വളരെ ശക്തമായ സ്ഥലമാണ്. വാസി, കല്യാൺ, ഡെംബിവല്ലി, മീരാഭന്ദാർ, ഉല്ലാസ് നഗർ, ഭീവണ്ടിയിലൊക്കെ പണ്ട് ഭീവണ്ടിയൊക്കെ പ്രേക്ഷകർക്ക് നല്ല ഓർമ്മയാണ്. ഭീവണ്ടി കലാപം പണ്ട് കാലത്ത് വാർത്തകളൊക്കെ ഭീവണ്ടി കലാപം. ഭീവണ്ടി, സാംബാജി നഗർ. സംഭാജി നഗർ എന്ന് പറയുമ്പോൾ മഹാനായ ശിവാജി ചക്രവർത്തിയുടെ സ്വന്തം നഗരം സാംബാജി നഗർ. നാഗപ്പൂര്, കോലാപ്പൂര് എന്ന് വേണ്ട എല്ലായിടത്തേക്കും അവർ കോൺഗ്രസ് ശിവസേനയുമൊക്കെ തകർന്നു, അങ്ങനെ പാടേ തകർന്നു എന്നുള്ളതല്ല. അവരുടെ നട്ടെല്ല് പൊട്ടി എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല, അത്യാവശ്യം കിടക്കാൻ പറ്റുന്ന പരുവത്തിലേക്ക് ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും.